പാദരക്ഷകൾ, ഫാൻസി, കോസ്മെറ്റിക്സ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ, ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യവുമായി സിൻഡ്രല്ല നിങ്ങൾക്കൊപ്പം. സന്ദർശിക്കുക സിൻഡ്രല്ല, പ്രണാമം കോംപ്ലക്സ്, ചൂണ്ടി, ആലുവ. പെരുമ്പാവൂർ അല്ലപ്ര സ്വദേശി KC കൃഷ്ണൻകുട്ടിക്ക് കേരള ആക്ഷൻ ഫോഴ്സിന് വക ഓണസമ്മാനം. കേരള ആക്ഷൻ ഫോഴ്സ് നിർമ്മിച്ചു നൽകുന്ന 104ാമത് ഭവനമാണ് KC കൃഷ്ണൻകുട്ടിയുടേത്. ഫാക്ട് സോഷ്യൽ സർവീസ് ഫോറം, ആലുവ അൻവർ പാലിയേറ്റീവ് കെയർ, സെന്റ് സേവിയേഴ്സ് കോളേജ്, NSS യൂണിറ്റ് എന്നീ സംഘടനകളുടെ സഹകരണത്തോടെയാണ് ഭവനം നിർമ്മിച്ചിരിക്കുന്നത്. 2006 ജാനുവരി 9 ആലങ്ങാട് സ്വദേശിനി താരക ഗോപിക്ക് നിർമ്മിച്ചു നൽകി നമ്മൾ ആരംഭിച്ച ഈ പ്രൊജക്റ്റ് കക്ഷി രാഷ്ട്രീയ ജാതി മത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ സംഘടനകളുടെ എല്ലാം സഹകരണത്തിലും പ്രോത്സാഹനത്തിലും നമ്മൾ 104ാമത്തെ ഭവനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 104ാമത്തെ ഭവനം നമ്മൾ നൽകുന്നത് അല്ലപ്ര സ്വദേശിയായ പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി ചേട്ടന് വേണ്ടിയാണ്. ഈ ഭവന നിർമ്മാണത്തിൻ്റെ പിന്നിൽ കേരള ആക്ഷൻ ഫോഴ്സിനോടൊപ്പം ഏലൂർ മുനിസിപ്പൽ കൗൺസിൽ, ആലുവ സെൻറ്റ് സേവിയേഴ്സ് കോളേജ് NSS യൂണിറ്റ്, ആലുവ അൻവർ പാലിയേറ്റീവ് കെയർ, ജനസേവാ ശിശുഭവൻ, ഈ പ്രദേശത്തെ നല്ലവരായ നാട്ടുകാർ എല്ലാവരുടെയും സഹകരണത്തിലും പ്രോത്സാഹനത്തിലും തന്നെയാണ്. ഇത്തരം പദ്ധതികളിലേക്ക് നമ്മളുടെ ആളുകൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ ഞങ്ങൾ നിർമ്മിച്ച 104 ആയിരക്കണക്കിന് ഭവനങ്ങൾ നിർമ്മിക്കാൻ ഈ സമൂഹത്തിന് സാധിക്കും. അപ്പോൾ അതായിരിക്കണം നമ്മുടെ പ്രചോദനം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ഒരു മൂവ്മെന്റിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഭവനത്തിന്റെ താക്കോൽദാനം മുൻ MP-യും GCDA ചെയർമാനുമായ K. ചന്ദ്രപിള്ള നിർവഹിച്ചു. ഡോക്ടർമാരെ സാധാരണഗതിയിൽ ചികിത്സ നടത്തി ആശുപത്രിയുടെ വീട്ടിലിരുന്നാൽ മതിയാവും. അവരതിൽ കൂടെ എന്തെങ്കിലും ചെയ്യാൻ അവരോട് സാധാരണഗതിയിലുള്ള വ്യാകരണം നിർബന്ധിക്കുന്നില്ല, സാധാരണ ഗ്രാമർ. പക്ഷേ ആ ഔദ്യോഗികമായ ജോലിക്ക് അപ്പുറത്തേക്ക് സമൂഹത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ചിന്തിക്കാനും അതിനുവേണ്ടി കുറെ സമയം ചെലവഴിക്കാനും ഒരാൾ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മേന്മയാണ്. മേന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊക്കം കൂടിയാൽ മഹത്വമാകും. അത് ഒരു സാധാരണ വിട്ടുള്ള സേവനമാണ്. സേവനമെന്ന് പറയുമ്പോൾ പ്രതിഫലം ആഗ്രഹിക്കാത്ത പ്രവർത്തിക്കാണ് സേവനമെന്ന് പറയുക. നമ്മളിവിടെ എന്ത് ഇടപെടുമ്പോൾ എനിക്ക് എന്ത് കിട്ടുമെന്ന് ചോദിക്കാനാണ് നാട്ടിലുള്ളത്. ഒരാൾ ഇടപെടുമ്പോൾ എനിക്ക് എന്ത് കമ്മീഷൻ തരുമെന്നാണ് ആദ്യം ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു കാലത്ത് സേവനമെന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ ത്യാഗമാണ്. കേരള ആക്ഷൻ ഫോഴ്സ് പ്രസിഡന്റ് പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് അധ്യക്ഷത വഹിച്ചു. പലരുടെയും സഹകരണത്തോടുകൂടിയാണ് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഞങ്ങളുടെ കഴിവുകൊണ്ടൊന്നുമല്ല. ഞങ്ങളൊക്കെ കുറേ ഞങ്ങളുടെ കഴിവ് അനുസരിച്ചുള്ള കാശ് എടുക്കുന്നുണ്ട്. പക്ഷേ വളരെ IMA പ്രവർത്തനം വളരെ IMA ലേഡീസ് വിങ് ധാരാളം എപ്പോഴും ഒരു തുക ഞങ്ങൾക്ക് ഇതിന് തരാറുണ്ട്. ജനറൽ സെക്രട്ടറി ഡോക്ടർ CM ഹൈദരലി, ജനസേവ ചെയർമാൻ ജോസ് മാവേലി, സെന്റ് സേവിയേഴ്സ് കോളേജ് പ്രിൻസിപ്പൽ മിലൻ ഫ്രാൻസിസ, NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K. ലേഖ, നിർമ്മാണ കൺവീനർ AS രവിചന്ദ്രൻ, കേരള ആക്ഷൻ ഫോഴ്സ് കോർഡിനേറ്റർ ജോബി തോമസ്, ഫാക്ടിലെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംബന്ധിച്ചു.